അങ്കിൾ പറയടി. അങ്കിള് ഒറിജിനലായിട്ട് വിഷമിച്ചായിരുന്നോ? നീ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വിഷമമാണ് കേട്ടോ പിങ്ങി. അയ്യോ അങ്കിളെ, ഞാൻ വിചാരിച്ചേ അങ്കിള് ട്രിപ്പ് പോകാനായിട്ട് കള്ളത്തരം പറഞ്ഞായിരിക്കും. ഓ, ട്രിപ്പ് പോകാൻ വേണ്ടി കള്ളം പറഞ്ഞൊന്നും അല്ലടി. അങ്കിളെ, എന്നാലും എനിക്കൊരു ഡൗട്ട്. അങ്കിൾ നേരത്തെ ഫോണൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഞാൻ കേട്ടില്ല. ആ, എന്തുവായിരുന്നു നേരത്തെ? ആ, അതെന്ന് വെച്ചാലേ ശരിയടി. അപ്പം എനിക്ക് ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ, പിന്നെ ചിന്നുവിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചു. ചിന്നു ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ ട്രിപ്പ് പോകണ ശരിയല്ലല്ലോ, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ വേണ്ട വെച്ച് പോട്ടങ്ങളെ, അതൊക്കെ വിട്, കുഴപ്പമില്ല. അതെ, അപ്പു പറഞ്ഞു അപ്പച്ചിയെ പോയി കാണാൻ പായസം കൂടെ പാത്രത്തിലാക്കി തന്നുവിടാം, അങ്കിളുടെ അടുത്ത് പോകാൻ പറഞ്ഞു. ഇത്ര പെട്ടെന്നാ? ഓ, എന്താ? ഒന്നുമില്ല, പോണം. അച്ഛനെ പറഞ്ഞല്ലേ. എങ്കിലും അച്ഛൻ ഇത്ര പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങനെ പോകൂടി? അച്ഛൻ്റെ കാര്യമൊക്കെ നോക്കണ്ടേ? അപ്പൂന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, ഞാനും ചേച്ചിയുണ്ടല്ലോ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ നോക്കിക്കോളൂ. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാല്ലേ? പോയിട്ട് അങ്കിളെ, അങ്കിളിനെ പോലെ ഇത്രയും സ്നേഹമുള്ള ഒരു ഭർത്താവിനെ കിട്ടിയതാണ് എന്റെ അപ്പച്ചന് ഏറ്റവും വലിയ ഭാഗ്യം. നീ ചുമ്മാ എന്നെ നാണം കെടുത്താതെ. എനിക്ക് നാണം പറഞ്ഞു. നാണിക്കാതെ. റെഡിയാവോ? ഞാൻ പോയി പായസം ഒക്കെ എടുത്ത് വയ്ക്കാം. സമയം കിടക്കയില്ലേ? അല്ല, സമയം കളയാതെ പോവല്ലേ? ശരി ശരിയടി. രാമങ്കളെ എവിടെ പോയി? പായസം എടുത്ത് വെച്ചേക്കുന്നു. വന്നില്ലേ? ഇല്ല. അങ്കിളെ, ഇറങ്ങി വാ അങ്കിളെ. എങ്ങോട്ട് പോണു? ചിന്നുവിനെ കാണാൻ. അപ്പച്ചിയെ കാണാൻ എന്തിന് ഇത്രയും ആഡംബരം? ആഡംബരം തോന്നിയാ? തോന്നി. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ ചേച്ചി, പ്രാവശ്യം അവളെ കാണാൻ വെറൈറ്റി ആയി പോയി. എന്താ ആവട്ടെ, ഈ പായസം കൊണ്ടുപോടും. ആർക്ക്? അപ്പച്ചിക്ക്. എന്തിന്? എന്തിനാ? കുടിക്കാൻ. ഇത് കുടിക്കാൻ പറ്റില്ല, പിരി. എന്തോന്ന് പിരിയും? അങ്കിളല്ലേ നേരത്തെ പറഞ്ഞത്, പാവ അപ്പച്ചിക്ക് പായസം കൊടുക്കാൻ പറ്റിയില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. കൊണ്ടുപോട്. അത് ഞാൻ അവിടെ പോയി ഉണ്ടാക്കി കൊടുത്തോളാം. ഇനിയിപ്പോ ഉണ്ടാക്കാൻ നിൽക്കണെന്താ? ഞാൻ ഉണ്ടാക്കിയില്ലേ, ഇനി ഇത് വേസ്റ്റ് ആവൂലേ? എടി, ഇത് ബസ്സിലൊക്കെ കയറി പോകുമ്പോ കംപ്ലീറ്റ് കുലുങ്ങി അത് ചീത്തായി പോവില്ലേ? അത് ചീത്തയായും പോവില്ല, ഞാൻ നോക്കിക്കോളാം. അപ്പു എവിടെ പോണ്? ഞാൻ ടിന്നുവിനെ കാണാൻ പോണ. ടിന്നുവിനെ കാണാൻ പോണ. ആര്? ഞാൻ നിന്റെ കൂടെ വരണമെന്ന്. അച്ഛൻ വരണ്ട, അച്ഛന് വയ്യാത്തല്ലേ, പിന്നെ ബസ് വരണ്ടേ? ഞാൻ പറഞ്ഞു, എനിക്ക് ടിന്നുവിനെ കാണണം, എന്റെ സഹോദരിയെ കാണണം. ഞാൻ പറഞ്ഞു വരണ്ട. അത് എന്തിനിപ്പോ അച്ഛൻ പറഞ്ഞ എന്തിന്? ഇപ്പൊ ഞാൻ ഒന്ന് എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ അവളെ കാണാൻ? അത് ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ കോളല്ലേ വിളിക്കാം, എന്നിട്ട് അച്ഛനെ കാണിച്ചു തരാം. എന്റെ ഒരു വീഡിയോ കാണുന്നു ഇങ്ങോട്ട് വേണ്ട, എനിക്ക് നേരിട്ട് കാണണം. എന്റെ വീഡിയോ കോൾ വഴി കാണണം. വീഡിയോ കോളിൽ ഉണ്ടാക്കാൻ പോണം. വീഡിയോ കോൾ പിന്നെ അച്ഛൻ പോകും, ഞാൻ പിന്നെ പറഞ്ഞില്ല. പിന്നെ വരട്ടെ, അതിനിപ്പോ എന്ത്? ശരിയാവും. എന്ത് ശരിയാവത്തെന്ത്? അങ്കിളെ, സത്യം പറഞ്ഞോ, എങ്ങോട്ട് പോണ? എങ്ങോട്ട് പോണെന്നോ? അറിഞ്ഞൂടാ എനക്ക്. അപ്പച്ചിയെ കാണാനാണ് പോകുന്നതെന്ന് ഇങ്ങോട്ട് വിളമ്പണ്ട, മനസ്സിലായ? പിന്നെ എവിടെ പോ? ട്രിപ്പിനല്ലേ പോണേ? ട്രിപ്പാ? ട്രിപ്പൊന്നും കേട്ടിട്ടില്ലല്ലേ? കൊള്ളക്കളോ, മൊത്തം കള്ളത്തിൽ ഇവിടെ വിളമ്പായിരുന്നല്ലേ ഇത്ര നേരം. ഞാൻ പോലും വിശ്വസിച്ചു പോയി. സത്യം പറ പോവല്ലേ ഫ്രണ്ട്സിനെ കാണാൻ? മക്കളിങ്ങോട്ട് മാറി. നീ ചിന്നുവിന്റെ പേരും പറഞ്ഞു എന്നെ പറ്റിച്ച് ടൂറിന് പോവേണ്ടല്ലേ? ഇല്ല, വിടൂല. അപ്പൂന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നിങ്ങളെ വിടൂല. അപ്പന്റെ കൊക്കിന് ജീവനില്ല. മക്കൾ ടൂറ് പോണം. മക്കള് പോ. ഇതെന്റെ അച്ഛൻ ഉണ്ണിപ്പിള്ള തന്നെയാ പറയണത്. പിന്നെ വേറെ അച്ഛനാണ് എനിക്ക്, ഞാനല്ലേ ഉള്ളൂ.
എന്റെ പൊന്നെ. എടാ, ഒരു ആഴ്ചയൊക്കെ പൊളിക്കുമ്പോ അച്ഛനെ കൂടെ ഓർമ്മിക്കണം. ഓർമ്മിക്കും. മോളെ പങ്കു, മോളടാ കുട്ട, ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ എന്നെ ടൂർ വിടാതിരിക്കാൻ. നല്ല പണിയെടുത്തിരിക്കുന്നു. ഏതായാലും പോയിട്ടിരുമ്പോ നിനക്ക് നല്ല ഉണങ്ങിയ പൂ കൊണ്ടുവരാം വീട്ടിനകത്ത് വെച്ചേരെ. അച്ഛാ നമുക്ക് പോയിട്ട് വരാം. വല്ലാത്ത ചെയ്ത്തായി പോയിട്ടാ. ആമ്പിള്ളേർക്ക് ആവശ്യത്തിന് ഫ്രീഡം കൊടുക്കുന്ന ഫാമിലിയാണ് എന്റേത് കേട്ടാ.